നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു പോലീസ്. അധ്യാപികയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നതെന്നും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നുമാണ് പ്രിൻസിപ്പലിന്റെ മൊഴി. മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയിട്ടില്ലെന്നും ഫോൺ എടുക്കാൻ മറന്നുപോയതാകാമെന്നുമാണ് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, CCTV ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പ്രിൻസിപ്പലിന്റെ മൊഴി ഏതായാലും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? CCTV ദൃശ്യത്തിൽ എന്താണ് ആ മുറിക്കുള്ളിൽ, പ്രിൻസിപ്പാളിന്റെ മുറിക്കുള്ളിൽ സംഭവിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. ഇതിൽ പ്രിൻസിപ്പാളിന്റെ മൊഴി, അതായത് ഇന്നലെയാണ് പ്രിൻസിപ്പാളിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പാളിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മൊഴിയിൽ ഇദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതായത് അധ്യാപക ചെന്ന പരാതി നൽകുന്നു പ്രിൻസിപ്പാളിന്, അതായത് തന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ഈ ലോൺ എടുത്തിട്ടുള്ളത് എന്ന പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഈ നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ഈ പ്രിൻസിപ്പാൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ, അതായത് മൊബൈൽ ഫോൺ ഈ പ്രിൻസിപ്പാളിന്റെ റൂമിൽ വെച്ച് മറന്നുപോയതാകാം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അല്ലാതെ പ്രിൻസിപ്പാളോ മറ്റ് അധ്യാപകരോ ചേർന്ന് ഈ മൊബൈൽ ഫോൺ അവിടെ വാങ്ങി വെച്ചിട്ടില്ല എന്ന കാര്യവുമാണ് പ്രിൻസിപ്പാൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയത്. ശരി, ഷഹദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ഇതാ ഓർത്തോഡെന്റിക്സ് വിഭാഗത്തിലെ എല്ലാ ജീവനക്കാരും രാജിക്കത്ത് നൽകിയിരിക്കുന്നു. അധ്യാപകർ ഉൾപ്പെടെ 7 പേരാണ് രാജിക്കത്ത് നൽകിയത്. ജീവനക്കാർ കൂട്ടത്തോടെ രാജിവെച്ചതോടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്നു. പക്ഷേ മാനേജ്മെന്റ് ഇത് രാജിക്കത്ത് സ്വീകരിച്ചിട്ടില്ല. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, എന്താണ് രാജിക്ക് പിന്നെ? വിനീത, അതായത് നിതിൻ രാജിന്റെ ആത്മഹത്യ സംഭവിച്ചു. അതിന് പിന്നാലെ തന്നെ ഡോക്ടർ റാമിനെതിരെയും മറ്റ് ചില അധ്യാപകർക്കെതിരെയും വിദ്യാർത്ഥികൾ വളരെ ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമെല്ലാം ചില അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഓരോ അധ്യാപകരുടെയും പേര് സഹിതമിട്ട് ഒരു ഒപ്പീനിയൻ പോൾ എന്ന രീതിയിൽ ആ വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ സമാഹരിച്ചു. അങ്ങനെ ആ കോളേജിലെ എല്ലാ അധ്യാപകരെയും മോശപ്പെടുത്തുന്ന രീതിയിൽ വളരെ വിഷമമുണ്ടാക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അധ്യാപകർ, അതായത് ഓർത്തോഡോണ്ടിക്സ് വിഭാഗത്തിലെ 9ഓളം അധ്യാപകന്മാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അവിടെ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ രാജിക്കത്ത് പ്രിൻസിപ്പലിന് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും രാജി പ്രിൻസിപ്പൽ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ പറയുന്ന അന്വേഷണം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിൽ പോലും ആ കേസിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾക്കല്ല തങ്ങളുടെ രാജി എന്നുള്ള കാര്യം ഈ പറയുന്ന രാജിവെച്ച അധ്യാപകർ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ഈ ഭാവി അല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള അങ്ങോട്ടുള്ള പഠനം ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഈ ആശങ്ക. ഏതായാലും അധ്യാപകർ ഉൾപ്പെടെ 7 പേരാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്.